സ്വർഗവാണിയുടെ മനോഹരമായൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമ്മുടെ സ്വർഗവാണി ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്. നമ്മുടെ കോൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സന്തോഷം മോളെ. ഇതാരാ വിളിക്കുന്നത്? ഞാന് കടമ്പനാട് ആര്? പേരെന്താ? കടമ്പനാട്ടിന് ജോളി ബാബു. ആ, ജോളിയാന്റെ എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല മക്കളെ, ഞാനിങ്ങനെ സ്വർഗവാണി ഒക്കെ കേൾക്കുന്ന എനിക്ക് വളരെ സന്തോഷം. ഞാന് ഒരു നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ റിട്ടയർഡ് ആയിട്ടിരിക്കുക. ഓ, ശരി ശരി. എനിക്ക് 2 മക്കളായിരുന്നു. അതിലൊരു മോള് എന്റെ കർത്താവിന്റെ സന്നിധി നിത്യതയില് കടന്നു പോയിട്ട് ഇത് 3 വർഷമാകുന്നു. ഓ, ശരി ശരി. എന്താണ് കുഞ്ഞായിരുന്നു. ഓക്കെ, എല്ലാം ദൈവത്തിന്റെ നിശ്ചയമല്ലേ ആന്റി? ഒരു മോനുണ്ട്. എന്റെ മോന് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. PSC പഠിപ്പിക്കുകയും ചെയ്യുന്ന മോനാ. ഓ, ശരി ശരി. മോന്റെ ഭാര്യ കൈപ്പട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ അധ്യാപികയാ. ഒരു കുഞ്ഞുണ്ട് ഞങ്ങൾക്ക്, 9 വയസ്സുണ്ട്. എന്റെ ഭർത്താവ് ഞങ്ങളും കുടുംബമായി ദൈവസന്നിധിയില് വളരെ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാ മോളെ. അങ്ങനെ കേട്ടതിൽ ഒത്തിരി സന്തോഷം. അതെ അതെ, ആന്റിയുടെ വിശേഷങ്ങൾ അറിയാനും അതിലുപരി ദൈവത്തിന് വേണ്ടി ഒത്തിരി വിശ്വസ്തയോടെ നിൽക്കുന്ന കുടുംബമാണെന്നൊക്കെ അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ ഈ സന്തോഷത്തിൽ ഒരു 4 വരി പാട്ട് നമുക്ക് പാടിത്തരുമോ? ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഹലോ ആന്റി. എന്തോ? ഓ, നല്ല സൂപ്പറായിട്ട് പാടി. ആന്റിയുടെ അനുഭവം എല്ലാം ആ പാട്ടിനകത്തുണ്ട് കേട്ടോ. നമ്മുടെ കർത്താവ് കൂടെ ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ കർത്താവ് കൂടെ ഉള്ളത് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശ്വാസം. ആമേൻ. ആന്റി അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ആന്റി പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. നല്ല വാക്കുകളൊക്കെ കേൾക്കാൻ സാധിച്ചു. നല്ല പ്രത്യാശയുള്ള വാക്കുകളൊക്കെ കേൾക്കാൻ കഴിഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് എന്റെ അരുമനാഥൻ നിങ്ങൾക്ക് 30 വർഷവും 100 മേനി ഫലം തന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷം ആന്റി. ആ ബ്ലെസ്സിംഗ് എല്ലാം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഓക്കെ ആന്റി, അപ്പൊ ഞങ്ങൾ നല്ലൊരു പാട്ട് പാടിത്തരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വിളിക്കുക. ഓക്കെ, ശരി ശരി. അപ്പോൾ ഇപ്പം നമ്മളെ കടമ്പനാന്ന് വിളിച്ച നമ്മുടെ പ്രിയ ആന്റി, ഒത്തിരി സന്തോഷവും ഒക്കെ ആന്റിയുടെ ആ ഒരു സംസാരത്തിലുണ്ടായിരുന്നു. നല്ല പ്രത്യാശയുള്ള ഒരു ആന്റിയാണ്. എന്തായാലും ആ ഒരു പാട്ട് പാടിയപ്പോൾ തന്നെ ഫീൽ ചെയ്ത് കരഞ്ഞൊക്കെയാണ് ആന്റി പാടിയത്. സാധു കൊച്ചുപദേശിയുടെ നല്ല മനോഹരമായ ഒരു ഗാനം.
പ്രസാദ് കൊച്ചു കുഞ്ഞുപദേശി എഴുതിയ വളരെ മനോഹരമായ പാട്ടുകളിൽ ഒന്നാണ് ഈ പാട്ട്. എൻ്റെ ദൈവമഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ. ഇതിൻ്റെ ഓരോ വരികളും അങ്ങനെ തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളിപ്പം വിളിച്ച നമ്മുടെ പ്രിയ കടമ്പനാടുത്തെ നമ്മുടെ പ്രിയ ആൻറ്റിയുടെയും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ്. വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും മോള് മരിച്ചു പോയതിൻ്റെ ഒക്കെ ഒരു ദുഃഖം ആൻറ്റിക്കുണ്ട്. എങ്കിലും അതൊക്കെ കർത്താവിൽ അതെല്ലാം ഒരു പ്രത്യാശയിൽ ആൻറ്റി അതെല്ലാം മറക്കുകയാണ്. അതുകൊണ്ട് ആൻറ്റിയുടെയും ഒരു പ്രത്യാശയാണ് നാളെ കൊണ്ട് എൻ്റെ മനസ്സിൽ ലെവലേശം ഭാരമില്ല എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇനിയിപ്പം അടുത്ത കോളറിലേക്ക് പോകാം. കോളേഴ്സ് എല്ലാം വെയിറ്റിങ്ങിലാണ്. ഓക്കെ. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? ഞാനേ ഇപ്പൊ പള്ളുരുത്തിന്ന് മോളി ത്രിസാമ മോളി എന്നാണ്. ഓക്കെ മോളിയാൻ്റെ എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കണം. ഹസ്ബൻഡ് റിട്ടയർ ചെയ്താണ് ഇലക്ട്രിക് ബോർഡിന്ന്. ഓ ശരി ശരി. മക്കള് എല്ലാരും വീട്ടിലുണ്ടോ? മോനുണ്ട്, മോനും വൈഫും കുട്ടികളുണ്ട്. മോള് വേറെ സ്ഥലത്താണ്. ആണല്ലേ? ഓക്കെ. എന്താണ് എല്ലാരും വിളിക്കുമ്പോ ഞങ്ങളുടെ അന്വേഷണമൊക്കെ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ പാട്ടൊക്കെ നല്ല ഇതാണ് കേട്ടോ, ഭയങ്കര രസമുള്ള. ഓ താങ്ക് യു സോ മച്ച്. അപ്പം മോളേന്റെ ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് പാട്ട് പാട്. പാടാം. പാടിക്കാം. ആരും കാണാതെ ആരും കേൾക്കാതെ നാഥാനിൻ മുൻപിൽ വിതുമ്പിക്കരഞ്ഞു ഞാൻ. ആരും കാണാതെ ആരും കേൾക്കാതെ നാഥാനിൻ മുൻപിൽ വിതുമ്പിക്കരഞ്ഞു ഞാൻ. എൻ ഹൃദയത്തിൻ തേങ്ങലുകൾ നാഥായൻ പ്രാർത്ഥന. എൻ ഹൃദയത്തിൻ വിങ്ങലുകൾ നാഥായൻ ബലിയർപ്പണം. ആരും കാണാതെ ആരും കേൾക്കാതെ നാഥാനിൻ മുൻപിൽ വിതുമ്പിക്കരഞ്ഞു ഞാൻ. മോളേന്റെ അയ്യോ നല്ല സൂപ്പർ ഒരു സോങ് ഞങ്ങൾ കേട്ടു കേട്ടോ. നല്ല ഫീൽ ആയിട്ട് അത് പാടി. അതെ, ഒരു ലിബിൻസ് കറിയാന്ന് പറഞ്ഞ് കുട്ടിയുടെ. അപ്പൊ അത് ഞാന് കുറച്ച് പുതിയ പാട്ടുകൾ ഇപ്പൊ ഞാൻ നോക്കി പഠിക്കുന്നുണ്ട്. ആണോ? ശരി ശരി. എന്താണ് വളരെ മനോഹരമായിട്ട് ആന്റി ഇത് പാടി കേട്ടോ. കുർബാനക്ക് പോളി കമ്പനിന്ന് ഞാൻ ഒരു പാട്ടങ്ങനെ പാടും. ഓക്കെ. എന്താണല്ലോ ആന്റി വീണ്ടും വിളിക്കണം. ഇത്രയും നേരം ആന്റിയോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കണേ. ഓക്കെ ഗോഡ് ബ്ലെസ്. എറണാകുളത്ത് നിന്ന് മോളി ആൻറ്റിയാണ് വിളിച്ചത്. നല്ലൊരു പാട്ടൊക്കെ നമുക്ക് വേണ്ടി പാടിത്തന്നു. നമുക്ക് ആൻറ്റിക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടി കൊടുത്തിട്ട് തിരികെ വരാം.
ഇത് മറ്റൊരു നൊസ്റ്റാൾജിയ പാട്ടാണ്. വളരെ അർത്ഥവത്തായ ഒരു പാട്ട്. ഇസ്രായേലിൻ കുഞ്ഞു പരുവത്തിലൊക്കെ രാവിലെ വെളുപ്പിനെ പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കുമല്ലോ. നമുക്ക് ആ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെ എഴുന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് നാളൊരു ഹോസ്റ്റലിൽ പഠിച്ചായിരുന്നു. അപ്പോൾ രാവിലെ അവിടെ പ്രയറുണ്ട്. അപ്പം ഞങ്ങളെല്ലാം ഒരു കൂട്ടം ഇങ്ങനെ അവിടെ പോയിരുന്ന് ഉറക്കം തൂങ്ങിയിരുന്ന ഈ പാട്ട് പാടുന്നത് മിക്ക ദിവസം. പക്ഷെ നമുക്കിപ്പോൾ അതിൻ്റെ മഹത്വമൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അന്ന് ആ വെളുപ്പിൽ എഴുന്നേറ്റുള്ള പ്രാർത്ഥനയുടെയൊക്കെ. അപ്പം എല്ലാവർക്കും ഇതൊരു വെളുപ്പാങ്കാല പാട്ടാണ്. ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണ് പ്രഭാത പ്രാർത്ഥനകൾ. അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഉള്ള വീടുകളിൽ അത് മുടങ്ങാറില്ല. പണ്ട് പഴയ ആൾക്കാർ ഇത് ഈ പ്രഭാത പ്രാർത്ഥന എന്ന് പറയുമ്പോൾ രാവിലെ കൈയൊക്കെ അടിച്ച് പിന്നെ എന്തൊരു പാട്ടൊക്കെ പാടുമായിരുന്നു. ബട്ട് ഇപ്പോൾ ഇന്ന് സാഹചര്യങ്ങളൊക്കെ മാറിയുണ്ട്. അതിനകത്തായിട്ടുള്ള അത് മനുഷ്യൻ്റെ സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെയൊക്കെ ഒരു അളവ് കുറച്ചു. അതാണ് സംഭവിച്ചുകൊണ്ട്. എന്തായാലും ഇനിയുള്ള ജനറേഷൻ അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? എന്റെ പേര് കുഞ്ഞുമോൻ എന്ന് പറയും. കുഞ്ഞുമോൻ, എവിടെ വീട്? എന്റെ സ്ഥലം ബുധനൂരാണ്. പുനലൂര്. ബുധനൂര്. മാന്നാർ ബുധനൂർ അല്ലേ? അതെ. അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? മാന്നാർ ബുധനൂർ എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നുമില്ല പ്രത്യേക വിശേഷം ഒന്നുമില്ല. വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? കുഴപ്പമില്ല. അമ്മച്ചെ കൊണ്ട് ഹോസ്പിറ്റലായിരുന്നു. ഓ, ശരി. ഓക്കെ, എന്താണേലും വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇന്ന് ഞങ്ങൾ പാട്ട് പാടി തരേണ്ട ഏതെങ്കിലും ഒരു സജഷൻ ഉണ്ടോ? ഞങ്ങൾ അങ്കിളിന് വേണ്ടി ഏതെങ്കിലും ഒരു പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഏത് പാട്ടാ പാടി തരേണ്ട സജഷൻ ഉണ്ടോ? ഇന്ന പാട്ടെന്ന് പറഞ്ഞോളൂ. ഓക്കെ. ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? ഓക്കെ. അങ്കിൾ എന്തായാലും വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. വീട്ടിലുള്ള എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ അമ്മച്ചിയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുവാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ. ദൈവം സഹായിക്കട്ടെ. വീണ്ടും ടൈം കിട്ടുമ്പോഴൊക്കെ വിളിക്കണം കേട്ടോ അങ്ങളെ. ഓക്കെ. ദൈവം അനുഗ്രഹിക്കണം. അപ്പൊ നമ്മുടെ ബുധനൂരുള്ള കുഞ്ഞുവനങ്ങളാണ് വിളിച്ചത്. അതെ. അങ്കിളുടെ അമ്മച്ചിക്ക് ഇച്ചിരി ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരും നമ്മളെല്ലാവരും അമ്മച്ചിയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളെ വാച്ച് ചെയ്യുന്ന ഞങ്ങളുടെ പ്രേക്ഷകരോടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ നമ്മളെ കോൾ ചെയ്യുന്ന ആൾക്കാർ പ്രെയർ റിക്വസ്റ്റുകൾ പറയാറുണ്ട്. ദയവായി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു വാക്കിൽ നിങ്ങൾക്കും പ്രാർത്ഥിക്കാം കേട്ടോ. പരസ്പരമുള്ളൊരു പ്രാർത്ഥന എപ്പോഴും ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പം ഇതുപോലെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരും പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രിയ കുഞ്ഞുമനങ്ങൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിയിട്ട് തിരികെ വരാം.
വളരെ മനോഹരമായ ഒരു പഴയ ഗാനമാണ്. ആശ്വാസത്തിന് ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ഇപ്പം നമ്മളെ വിളിച്ച പ്രിയ കുഞ്ഞുമോനങ്കിളിന് അങ്കിൾ ചോദിച്ച ഒരു പാട്ടാണിത്. അപ്പം അങ്കിളിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പാട്ട് അതെ അതെ അങ്ങനെ നമ്മുടെ അടുത്ത കോളർ വെയിറ്റിലാണ്. നമുക്ക് ആ കോൾ കഴിഞ്ഞിട്ട് തിരികെ വരാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ ഇത്? മറിയാമ്മ യോഹനാൻ. ആന്റി എവിടുന്നാ? ഞാൻ രായമംഗലം എന്ന് പറയുന്ന സ്ഥലം. രാജമംഗലത്ത് എന്തുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? എല്ലാവർക്കും സുഖമാണ്. ആണോ? ആന്റി വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് എനിക്ക് ഇപ്പൊ എന്റെ വീട്ടില് ഞാനും എന്റെ ഇളയ മോനും ഒരു കൊച്ചുള്ളൂ. മറ്റേ ഇളയ മോന്റെ ഭാര്യ പണിക്ക് പോയേക്കണു. അവളൊരാഴ്ച കഴിഞ്ഞാ വരുള്ളൂ. പിന്നെ എനിക്കൊരു മകളുണ്ടായിരുന്നു. എന്റെ മകള് മരിച്ചുപോയി. എനിക്ക് 2 ആണും ഒരു പെണ്ണാ മോനെ. പെണ്ണ് മരിച്ചുപോയി. പെണ്ണ് 52 വയസ്സിൽ മരിച്ചു. ഇപ്പൊ 4 കൊല്ലായി. ഓക്കെ. എന്നാലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾക്കൊരു നിമിഷം എന്ത് പറയണം, എന്ത് മറുപടി പറയണം എന്നറിയാത്തൊരവസ്ഥ പെട്ടെന്ന് ഉണ്ടാകും കേട്ടോ. എന്താണ് നമ്മുടെ ഉദ്ദേശമല്ല, എല്ലാം ദൈവത്തിന്റെ ഉദ്ദേശമാ. അത് ലോകത്തിലേക്ക് വരുവാനും ദൈവത്തിന്റെ പെർമിഷൻ. ഇതെല്ലാം കണ്ട് ഓരോരുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ 89 വരെ കണ്ട് എടുത്തു. അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോ അമ്മയുടെ ദുഃഖമ്മ മറന്നുപോയി. അതെ അതെ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്താണ് ഓരോരോ ആപത്തുകളൊക്കെ സംഭവിക്കുന്നത്. എന്നാലും നമ്മൾ എപ്പോഴും ധൈര്യമുള്ളവരായിരിക്കുക, എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വിളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സങ്കടം വന്ന പാട്ട് പാടിയാണ് വൈകുന്നേരം ആകുമ്പോ. എന്റെ മകള് മരിച്ചു. എന്റെ മകൾക്ക് ഞാൻ പറയട്ടെ, എന്റെ 2 കുട്ടികളുണ്ട്. മൂത്ത കുട്ടിക്ക് 29 വയസ്സായി. മോനെ കല്യാണം കഴിഞ്ഞിട്ടില്ല. നല്ല വിദ്യാഭ്യാസം ഉണ്ട്. അമ്മ മരിച്ചു. പിന്നെ അവർക്ക് വീടില്ല. അവര് വാടകയ്ക്കാ കിടക്കണേ. അതിന്റെ പേരിൽ കല്യാണം നടന്നിട്ടില്ല. ആന്റി പ്രയാസപ്പെടണ്ട. എല്ലാ അവസ്ഥകളും ദൈവം അറിയുന്നു. എല്ലാം കറക്റ്റ് ടൈമിൽ എല്ലാം റെഡി ആകും കേട്ടോ. ആന്റി ഈ സമയത്ത് ആന്റി ഞങ്ങള് ആന്റിയോട് പാടാമോ എന്ന് ചോദിക്കാൻ പറ്റില്ല. എങ്കിലും ആന്റിക്ക് സന്തോഷമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ടിന്റെ 2 വരി ഞങ്ങൾക്ക് വേണ്ടി പാടാമോ? ആന്റി പറയാൻ ആന്റി എന്നും പാടാറുള്ള കൊച്ചുദേശിലെ പാട്ട് ആന്റി 4 അടി പാടാം. ഓക്കെ, ആ സന്തോഷം. പാടൂ. ഞാൻ പാടാം. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടു കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിനുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിനുല്ലാസമേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നെ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. അപ്പനും വീടും ങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ഹലോ ആന്റി ഞങ്ങളെ കൂടെ കരയിപ്പിക്കുമല്ലോ. ഞങ്ങൾക്ക് ഇത് കേട്ടിട്ട് ഭയങ്കര വിഷമം. ആന്റി എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അവസ്ഥകളെല്ലാം ദൈവം മാറ്റട്ടെ കേട്ടോ. അവസ്ഥകളെല്ലാം ദൈവം മാറ്റും. ഓക്കെ വിളിക്കണം. ഇപ്പൊ നമ്മളിപ്പോ വിളിച്ചത് നമ്മുടെ പ്രിയ മറിയാമ്മൻ്റെയാണ്. എനിക്ക് ആന്റിയോട് സംസാരിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പാട്ടൊക്കെ പാടി കരഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഹൃദയത്തിൽ തട്ടി. എനിക്ക് ഓരോ അവസ്ഥകൾ. അതെ ശരിക്കും മകള് മരിച്ചതിൻ്റെയൊക്കെ ഒരു 52ാമത്തെ വയസ്സിലാണെങ്കിൽ പോലും അതെ ആ വിഷമമൊക്കെ. ഇനി അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന സമയം മക്കൾക്ക് എത്ര പ്രായമുണ്ടെങ്കിലും അവർ മരിക്കാന്ന് പറഞ്ഞ ഒരു അച്ഛനും അമ്മയ്ക്കും സഹിക്കത്തില്ലേ. എങ്കിലും നമുക്ക് കർത്താവിനോട് നമുക്ക് തിരികെ ചോദ്യം ചെയ്യാനായിട്ട് കഴിയുകയില്ല അല്ലേ. നമുക്ക് ആന്റിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പാടാം. തിരികെ വരാം. ഭാരമുള്ളി നേരിടും നേരമെല്ലാം താങ്ങിടും
ചില കോളുകളൊക്കെ വരുമ്പോൾ നമ്മളെ വിളിക്കുന്ന നമ്മുടെ അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ അല്ലെ ആൻറ്റിമാർ ഇവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ ഒരു നിമിഷം നമ്മുടെ ഹൃദയം ഭയങ്കരമായിട്ട് ഒരു വിഷമം ഫീൽ ചെയ്യാറുണ്ട്. അതിലുപരി ഞങ്ങൾക്ക് പ്രിയ പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഞങ്ങളെ സ്ഥിരമായി കോൾ ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അമ്മച്ചി, അപ്പച്ചന്മാർ, ആൻറ്റിമാർ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളോട് നിങ്ങളുടെ വേദനകൾ ഷെയർ ചെയ്യുന്നത്, സങ്കടങ്ങൾ, അതുപോലെ സന്തോഷങ്ങൾ എല്ലാം ഷെയർ ചെയ്യുന്നത് ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമാണ്. നിങ്ങളുടെ ഒരു ഫാമിലിയിലെ മെമ്പേഴ്സായി ഞങ്ങളെയും കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ടൈം ഇവിടെ കഴിയുകയാണ്. അപ്പം ഇത്രയും നേരം നിങ്ങളോട് കൂടെ ഇരിപ്പാൻ, നിങ്ങളോട് കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വീണ്ടും വിളിക്കുക. വിളിച്ചവർ കിട്ടാതിരുന്നിട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട, വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നല്ലൊരു ദിവസം വീണ്ടും അവസാനിക്കുകയാണ്. ഇന്ന് ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും കാണുന്നതുവരെ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളെ നിറയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.